നക്ഷത്രവീതിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ മാസത്തിലെ, അതായത് ജൂലൈ 1 തീയതി മുതൽ 31 കൂടി വരുന്ന ദിനങ്ങളിൽ മിഥുനമാസം 17 മുതൽ കർക്കിടക മാസം 15 കൂടി വരുന്ന മലയാള മാസങ്ങളിലും ഉൾപ്പെട്ടുകൊണ്ട് നക്ഷത്രമണ്ഡല പരിപാടിയിൽ ആദ്യമായി പറയേണ്ടത്, ഇതിന് മുൻപ് നമ്മൾ പല കാര്യങ്ങളും പ്രവചിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രവചിച്ച കാര്യങ്ങളിൽ ഒരു പരിധിവരെ എല്ലാ കാര്യങ്ങളും വളരെ ശരിയായിക്കൊണ്ട് തന്നെയാണ് എന്ന് ചൊല്ലിക്കൊണ്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ പരിപാടി, അപ്പോൾ ഈ കഴിഞ്ഞ പരിപാടിയിൽ വിഷു ഫലചിന്തയിലാണ് ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വർഷഫലങ്ങളിൽ ലഹരി കൊണ്ട് ഒരുപാട് ആപത്തുകളും ദോഷങ്ങളും ആദ്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ കലാപങ്ങളും സങ്കടങ്ങളും വരുന്ന അവസരങ്ങൾ, അതുപോലെ തന്നെ കാറ്റ് മൂലം വരുന്ന ദോഷങ്ങൾ, അതുപോലെ തന്നെ ജലം കൊണ്ട് വരുന്ന ദോഷങ്ങൾ, ഇതുപോലെ തന്നെ ഭൂമി സംബന്ധിച്ച് ഭൂമി കുലുക്കം പോലെയുള്ള ദോഷങ്ങൾ, അതുപോലെ തന്നെ ഭരണക്കാർക്ക് വരുന്ന സങ്കടങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ ചുരുക്കമായിക്കൊണ്ട് തന്നെ ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ശരിയായതുകൊണ്ട് തന്നെ ഒരു വിധം പ്രേക്ഷകരെ വിളിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും അതുപോലെ തന്നെ അവരുടേതായ ഓരോ കാര്യങ്ങളും നോക്കി പറഞ്ഞു കൊടുത്തതും വളരെ സന്തോഷപൂർവ്വം വിളിക്കുകയും ചെയ്യുന്ന ഒരവസരം കൂടെ ഞാൻ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുകയാണ്. ഇതിൽ നിങ്ങളുടെ നല്ലവരായ എല്ലാ പ്രേക്ഷകരുടെ പ്രാർത്ഥനയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എനിക്കിത് സാധിച്ചെടുത്തത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഈ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ജൂലൈ മാസ പരിപാടിയിൽ എടുത്തു പറയുകയാണെങ്കിൽ, ശനി എന്നൊരു ഗ്രഹം നിൽക്കുന്ന രാശിയിൽ നിന്നുകൊണ്ട് തന്നെ വക്രദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വക്രദിശ എന്നുദ്ദേശിക്കുന്നത് പിറകോട്ട്. അങ്ങനെ അപൂർവമായിക്കൊണ്ട് തന്നെ ഈ ശനി പിറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ടും ഒരു ചില നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുണ്ട്. അങ്ങനെ വരുന്ന നേട്ടങ്ങളുടെ ഏറ്റവും എടുത്തു പറയേണ്ടതും ആദ്യം വരുന്ന മേടക്കൂറുകാർക്ക് തന്നെയാണ്. ഈ മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ നല്ലൊരു ഫലസൂചനയിലാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് പുതിയ ചില പ്രവർത്തികൾ തുടങ്ങി വയ്ക്കാൻ സാധിക്കുന്നതും അതുമൂലം ചില ധനവിഷയങ്ങൾ വിജയിക്കുന്ന സ്ഥിതികളുമൊക്കെ കാണേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ വിഷയങ്ങളും, അതുപോലെ തന്നെ ധനം സംബന്ധിച്ച വിഷയങ്ങളും, അതുപോലെ തന്നെ വ്യാപാര അഭിവൃദ്ധികൾ കൊണ്ടുള്ള ചില വിജയങ്ങളൊക്കെ തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇങ്ങനെ പറയുമ്പോൾ ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് തന്നെ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയേണ്ടത്. എന്നാൽ മേടക്കൂറിൻ്റെ അധിപനായി വരുന്ന ചൊവ്വയുടെ ചെറിയ ഒരു സഞ്ചാര ദോഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ ഒരു ചില ദോഷങ്ങളുണ്ട്. എന്നാൽ പറയത്തക്ക ദോഷങ്ങളില്ലെങ്കിലും നേട്ടങ്ങളുമുണ്ട്. അപ്പോൾ സമ്മിശ്രമായിക്കൊണ്ട് പോകുന്ന ഈ രാശി ഫലചിന്തയിൽ, ജൂലൈ മാസ ഫലചിന്തയിൽ 2 മലയാള മാസങ്ങളാണുള്ളത് വരിക. അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. മിഥുനമാസം 17 തൊട്ട് വരുന്ന 30 ദിവസവും, അതുപോലെ തന്നെ കർക്കിടകം 15 ദിനവും കൂടി വരുന്നതാണ് ജൂലൈ 1 മുതൽ 31 ദിവസം. അപ്പോൾ ഈ സമയങ്ങളിൽ ശരാശരി ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങളുണ്ട്. എന്നാൽ ചെറിയ സങ്കടങ്ങളുണ്ട്. അപ്പോൾ ഈ സങ്കടങ്ങൾക്കൊരു പരിഹാരങ്ങളായിക്കൊണ്ട് തന്നെ, അതുപോലെ തന്നെ എന്നോട് പല പ്രേക്ഷകരും പറയേണ്ടതായിട്ടുണ്ട്, ഇതിന് ഉപാധികളാവുന്ന ചില ക്ഷേത്ര വഴിപാടുകൾ ഒരു ചില സമയങ്ങളിൽ പറയുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ ശരിയായ രൂപത്തിൽ എത്തിപ്പെട്ടുകൊണ്ടും അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനുമായിക്കൊണ്ടും മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഭഗവത് സേവ വഴിപാട് കഴിക്കുന്നതും തട്ടകത്തിൽ ദേവീക്ഷേത്രത്തിൽ വളരെ നല്ല ഒരു വഴിപാടാണ്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യും. എന്നാൽ മറ്റ് കാര്യങ്ങളിൽ കോട്ടങ്ങളില്ലാതെ ഉയർന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കാരണങ്ങളായി വരുന്നത് ശനി തന്നെയാണ്. അപ്പോൾ ഈ ശനിക്കും ഒരു വഴിപാട്, പ്രീതി വഴിപാട് എന്ന് പറയും, അത് പ്രീതിപ്പെടുത്തുന്ന വഴിപാട് ചെയ്യുന്നതും വളരെ ഉചിതമാണ്. അപ്പോൾ ശനീശ്വരന് ശാസ്താവെങ്കിൽ കഴിയും വഴിപാട്, അതായത് വിളക്ക്, മാല, അതുപോലെ തന്നെ അട വഴിപാടുകൾ ശാസ്താവിന് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും മേടൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് നല്ല അവസരങ്ങൾ തന്നെയാണ് വരുന്ന
ഈ 30 ദിനങ്ങളും കാണേണ്ടത്. അതുപോലെ തന്നെ ഇടവൻ രാശിയിൽ വരുന്നത് കാർത്തികയുടെ 3/4 ഭാഗം രോഹിണി മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ കുറിച്ചുകൊണ്ടും ഒരു ചില ദോഷങ്ങളൊക്കെ കഴിഞ്ഞ മാസത്തിൽ പറയുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ വ്യാഴ സഞ്ചാരം തന്നെയാണ് അതിന് പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞത്. എന്നിരുന്നാലും ഈ വക്രശനിയെ കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ടും പറയത്തക്ക ദോഷങ്ങളില്ല എങ്കിലും സമാധാനത്തോடு തന്നെ മുന്നോട്ട് പോകാം. എങ്കിലും തുടങ്ങി വെച്ച കാര്യങ്ങൾ വിജയിപ്പിക്കാൻ കഴിയുന്ന അവസരങ്ങളും അതുപോലെ തന്നെ തർക്കങ്ങളിൽ ഉൾപ്പെട്ടാൽ അത് വിജയിക്കുന്ന അവസരങ്ങളും പുതിയ ജോലിഭാരങ്ങൾ ചെയ്യേണ്ട സ്ഥിതിയും ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പുതിയ സ്ഥലത്തേക്ക് സ്ഥാനമാറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്ന സ്ഥിതിയിലൊക്കെ പറയേണ്ട ഒരു സ്ഥിതി തന്നെയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും നല്ല സമയമായിട്ട് തന്നെയാണ് കാണുന്നത്, വിദ്യ നേട്ടങ്ങളായി തന്നെയാണ് കാണുന്നത്. എങ്കിലും ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ചില അലച്ചിലുകളും ദേഹദോഷങ്ങളൊക്കെ കാണേണ്ട ഒരവസരം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ശാരീരികമായി വരുന്ന ദോഷങ്ങൾക്കും അതുപോലെ തന്നെ മനഃസ്വസ്ഥത കുറയുന്ന അവസരങ്ങളൊക്കെ വരുമ്പോൾ ഇതിനും ഒരു പരിഹാരങ്ങൾ ക്ഷേത്ര വഴിപാട് തന്നെയാണ്. ഇത് വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെയാണ് ഏറ്റവും ഉചിതം. എന്തുകൊണ്ടെന്നാൽ ഇടവൻ രാശിയിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹം വ്യാഴം തന്നെയാണ് കേട്ടോ. അപ്പോൾ വ്യാഴത്തിന് പ്രീതി വഴിപാട് തന്നെയാണ് കാണേണ്ടത്, പ്രീതിപ്പെടുത്തുന്ന വഴിപാട്. ഇത് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2/4 ഭാഗം നക്ഷത്രക്കാർക്കും വളരെ സമാധാന ഐശ്വര്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. എങ്കിലും ചില വളരെ അപൂർവമായി വരുന്ന ചില ധനനഷ്ടങ്ങളോ കോട്ടങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതക രാശി ചിന്തയിൽ കണ്ടുകൊണ്ട് ആ വഴിപാട് കൂടി പൂർത്തീകരിക്കുമ്പോൾ എല്ലാം സമാധാനം സന്തോഷം ആയി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മിഥുന രാശി അല്ലെങ്കിൽ മിഥുനക്കൂറിൽ മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര, പുണർത്തത്തിൻ്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര, പുണർത്തത്തിൻ്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന മിഥുനൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് അലച്ചിലുകളും കഷ്ടങ്ങളും ഉണ്ടാവാമെന്ന് പറയാം. അലച്ചിലുകളും കഷ്ടങ്ങളും ഉണ്ടാവും, എങ്കിലും കാര്യങ്ങൾ സാധിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷകരമല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നതും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ തന്നെ ചില കഷ്ടങ്ങളും ദുരിതങ്ങളും വരുത്തുന്ന അവസരങ്ങളും ഒരുപാട് ധനച്ചെലവുകൾ വരുന്ന അവസരങ്ങളും വിചാരിച്ച കൂടെ നിന്ന് കൊണ്ട് വിചാരിക്കുന്ന ആൾ തന്നെ ശത്രുസ്ഥാനത്ത് വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാവുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഗ്രഹനില സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇവരുടെ ബുധൻ്റെ സഞ്ചാരങ്ങളും അതിൻ്റെ നീചസ്ഥാനങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പറയുമ്പോൾ മനഃസ്വസ്ഥത കുറയുന്ന അവസരങ്ങൾ ഉണ്ടാവാമെന്ന് പറയും. മനഃസ്വസ്ഥത കുറയുന്നത് കൊണ്ട് തന്നെ ധനനഷ്ടങ്ങളും അതുപോലെ തന്നെ ആയവ്യായം അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് തർക്കങ്ങളോ ദോഷങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയും. ഇതുകൊണ്ട് തന്നെ ഈ 2/4 ഭാഗം നക്ഷത്രക്കാർ മിഥുന രാശി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2/4 ഭാഗം നക്ഷത്രക്കാരും വളരെ സമാധാനപരമായി മുന്നോട്ട് പോവുകയും ശത്രുസ്ഥാനത്തായി കാണുന്ന ഗ്രഹത്തിനായിക്കൊണ്ട് പൂജാകർമ്മങ്ങൾ ചെയ്യുകയും തീർച്ചയായിട്ടും ഇവർ ഫലസിദ്ധിയിൽ എത്തിപ്പെടുകയും ചെയ്യും. ആദ്യമായി ചെയ്യേണ്ടതും ഈ വിഷ്ണുവിൻ്റെ ഇതര ഭാഗങ്ങളിൽ വരുന്നത് നരസിംഹഭാവത്തിൽ വരുന്ന ക്ഷേത്രത്തിൽ പാനകം വഴിപാട്, അത് ഉചിതമായ നല്ല വഴിപാട് തന്നെയാണ്. 30 വ്യാഴോ അല്ലെങ്കിൽ വ്യാഴാഴ്ചകളൊക്കെ കൂടി വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന ഒരു വഴിപാട് തന്നെയാണ് പാനകം. ഒരുപാട് ധനച്ചെലവുകൾ ഇല്ലെങ്കിലും അത് ശത്രുദോഷത്തിന് വളരെ നല്ല ഒരു വഴിപാടാണ്. അതുപോലെ തന്നെ ദേവനും ഇഷ്ട വഴിപാടായിട്ട് പാൽപ്പായസം, തുളസിമാല, ദേഹപുഷ്പാഞ്ജലി കഴിക്കുന്നതും ഈ ശത്രുദോഷത്തെ മാറാനും ഉതകുന്ന ഒരു വഴിപാടാണ്. അതുപോലെ തന്നെ ധനനഷ്ടങ്ങളോ ധനം കൊണ്ട് വരുന്ന വാക്കുതർക്കങ്ങളോ കൂടെ നിൽക്കുന്നവരിൽ നിന്നും വിശ്വാസവഞ്ചനങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥിതിയിലായതുകൊണ്ട് തന്നെ ഈ അവിൽ നിവേദ്യം പറയുന്ന ഒരു വഴിപാടുണ്ട്. കുചേലന് അവിൽ കൊടുത്തത്, അത് ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ അവിൽ നിവേദ്യമായിക്കൊണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നരസിംഹ ക്ഷേത്രത്തിലും ചെയ്യാവുന്ന ഒരു വഴിപാട് തന്നെ അവിൽ നിവേദ്യം. അത് നിവേദിച്ചുകൊണ്ട് ദേവന് സമർപ്പിക്കുമ്പോൾ ഈ ധാന്യ കഷ്ടങ്ങൾക്ക് വരുന്നതും ശത്രുദോഷത്തിന് വരുന്നതിനും ഒരു പരിധിവരെ ഉപകാരപ്രദമാവുന്ന വഴിപാട് കർമ്മങ്ങളാണ് ഈ പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെ ശത്രുസ്ഥാനത്തുനിന്ന് വരുന്നതും അതുപോലെ തന്നെ തടസ്സദോഷങ്ങൾ വരുന്നതിനുമൊക്കെ നല്ല വഴിപാടായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്.
കർക്കിടകം രാശി അല്ലെങ്കിൽ കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ പുണർദത്തിൻ്റെ കാൽഭാഗം, അതുപോലെ തന്നെ പൂയം, ആയില്യം, ഇങ്ങനെയാണ് 2 ഭാഗം നക്ഷത്രക്കാരുള്ളത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബത്തിലെ സ്വസ്ഥത കുറയുന്ന അവസരങ്ങളും, എന്നാൽ അറിയാതെ വരുന്ന ചില ധനനഷ്ടങ്ങളും, അതുപോലെ തന്നെ അറിയാതെ വരുന്ന ചില കലഹങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ കൂട്ടായി ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ തൊഴിലുകളുണ്ടെങ്കിൽ അതിൽ വൻ നഷ്ടങ്ങൾ വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥിതിയിലാണ് കാണേണ്ടത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സ്ഥിതി കാണുക, വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ ചില ധനനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയിലൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ദേഹ അസ്വസ്ഥതകളും ദേഹദോഷങ്ങളും നീർദോഷങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ മനഃസ്വസ്ഥത കുറയുന്നത്. ഇതിനെ ഏറ്റവും പ്രധാനമായിട്ട് ഇവർക്ക് കഠിനമായ ദോഷങ്ങൾക്ക് മനഃസ്വസ്ഥത കുറയുന്നതും ദേഹദോഷങ്ങളും അതുപോലെ തന്നെ ധനതടസ്സങ്ങളുമാണ്. ഇതിന് മനഃസ്വസ്ഥതയ്ക്കായിക്കൊണ്ട് ശിവക്ഷേത്രത്തിലെ ധാര വഴിപാടും അതുപോലെ തന്നെ ശിവന് കഴിയും വഴിപാടായിക്കൊണ്ട് ഒരു നിവേദ്യവും സമർപ്പിക്കാം. അപ്പോൾ ഒരു പരിധിവരെ ഈ മനഃസ്വസ്ഥത കുറയുന്നതിന് ഒരു സമാധാനം കിട്ടും. പിന്നീട് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കലഹങ്ങളെ, തർക്ക തടസ്സങ്ങളെ, കുടുംബ സമാധാനം കുറയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകാമെന്ന് പറയാം. ഇതിന് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലെ അതുപോലെ തന്നെ ഐക്യ സമാധാന സന്തോഷത്തിനായിക്കൊണ്ട് തന്നെ മുട്ടുകളും അതുപോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലിയും കഴിക്കുക. അത് ഒരുപക്ഷെ കർക്കിടക മാസത്തിൽ, അതായത് ജൂലൈ മാസം ഫലം പറയുമ്പോൾ കർക്കിടകത്തിൽ ചിലപ്പോൾ ഈ വഴിപാടുകൾ ഒരു ചില ക്ഷേത്രത്തിൽ കഴിക്കാതിരിക്കാവുന്ന സാധ്യതകളുണ്ട്. എങ്കിലും അപ്പോൾ ശത്രു സംഹാര പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലിയോ ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിൽ കഴിച്ചുകൊണ്ടും ദേഹശത്രു കർമ്മ മുട്ടുകൾ തീർക്കുമ്പോഴോ തീർച്ചയായിട്ടും ഇവർക്ക് ഫലപ്രാപ്തിയോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് മകം, പൂരം, ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന 2 ഭാഗമാണ്. ഇവരെ സംബന്ധിച്ച് നേതൃത്വ ഭാവത്തിലേക്ക് എത്തിപ്പെടുക, അതായത് നേതൃത്വത്തിൽ, അതായത് കൂട്ടിച്ചേർന്ന് നിൽക്കുന്നതിൽ വിജയിക്കുന്ന ഒരവസരങ്ങളും അതുപോലെ തന്നെ ഉയർന്ന സ്ഥാനത്ത് എത്തിപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല സമയമായിട്ട് തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഇതുവരെ അനുഭവിച്ച അസ്വസ്ഥതകളൊക്കെ മാറിക്കൊണ്ട് ശാരീരികമായിട്ട് ചില സമാധാനങ്ങളും കഷ്ടങ്ങളെല്ലാം മാറിക്കൊണ്ട് ദുരിതങ്ങളൊക്കെ മാറിക്കൊണ്ട് ഐശ്വര്യപൂർവ്വമാവുന്ന ദിവസങ്ങൾ തന്നെയാണ് ഈ വരുന്ന കുറച്ച് കാലങ്ങളായി കാണേണ്ടത്. ഇനി അപ്പോൾ ശത്രു ഒക്കെ ഒരു പരിധി വരെ ഇല്ലായ്മ വരുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് കാണേണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ്. അപ്പോൾ ശനി വക്രത്തിലാണ്. അപ്പോൾ പരസ്പരം ഈ 2 ഗ്രഹങ്ങളും ശത്രു സ്ഥാനത്തും ആയതുകൊണ്ട് ചില കാര്യങ്ങളിൽ ഇവർക്ക് വളരെയധികം സമാധാനം കിട്ടുന്ന ഐശ്വര്യ അഭിവൃദ്ധിയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ഇത് ചെറിയ ചില വാക്കുകൊണ്ട് ശത്രുദോഷങ്ങൾ വരുത്തുന്ന അവസരം, അല്ലെങ്കിൽ മുൻദേഷ്യം കൊണ്ട് വരുന്ന വാക്ക് ശത്രുസ്ഥാനത്താവുന്ന അവസരങ്ങൾ, അതുകൊണ്ട് ചില മനോവിഷമങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയാം. അയ്യോ, അറിയാതെ ഞാൻ പറഞ്ഞു പോയല്ലോ എന്നുള്ള തോന്നലുകളും, അറിയാതെ വരുന്ന അമിത ദേഷ്യം കൊണ്ട് വരുന്ന ശത്രുദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ആവുന്ന സ്ഥിതിയിലുണ്ടാവും. അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് തർക്കങ്ങളോ കലഹങ്ങളോ ഉണ്ടാവാമെന്ന് പറയാം. ഇത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജോലിക്കാർക്കൊക്കെ സംഭവിക്കുന്നതും വ്യാപാരികൾക്കൊക്കെ സംഭവിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തർക്കദോഷങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഒന്നുകിൽ ഹനുമാൻസ്വാമിക്ക് കുഴച്ചാവിൽ നിവേദ്യമായിക്കൊണ്ടും അതുപോലെ തന്നെ വെറ്റിലമാലയും സമർപ്പിച്ചുകൊണ്ട് നെയ്വിളക്കും സമർപ്പിക്കും. ശത്രുദോഷത്തിന് ഒരു പരിധിവരെ ഈ വഴിപാട് കർമ്മങ്ങൾ ഫലപ്രാപ്തിയിലാണ് എന്നുള്ളത് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ തർക്ക തടസ്സ ദോഷങ്ങൾക്കും വിജയം പ്രാപിച്ചുകൊണ്ട് സമാധാനപൂർവ്വം എത്തിപ്പെടാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. കന്നിക്കൂറ്. കന്നിക്കൂറിൽ ഉത്തരത്തിൻ്റെ 3/4 ഭാഗം, അത്തം ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ദ്രവ്യങ്ങളായാലും വസ്തുക്കളായാലും തിരിച്ച് കിട്ടേണ്ട അവസരങ്ങളും, അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിൽ കൂടാതെ കണ്ട് മറ്റൊരു തൊഴിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളും, അറിയാതെ വരുന്ന ധനലാഭങ്ങളൊക്കെ ചില ഉയർച്ചകൾ തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഒരു ജോലി കൂടാതെ മറ്റൊരു ഉപതൊഴിൽ അല്ലെങ്കിൽ മറ്റൊരു ചെറിയ ജോലി കൂടി ചെയ്തുകൊണ്ട് ധനസമ്പാദ്യ വ്യവസ്ഥകൾ കൂട്ടുന്ന സ്ഥിതിയും കുടുംബത്തിൽ സമാധാനങ്ങൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇരിക്കുന്ന ഭവനം അല്ലെങ്കിൽ വസ്തുവിനെക്കുറിച്ച് നിയമപരമായി കൊണ്ടുവരുന്ന കേസ് കാര്യങ്ങളിലൊക്കെ വിജയം കാണുന്ന അവസരങ്ങൾ തന്നെയാണ് കാണുന്നത്. വിദ്യാർത്ഥികളാണെങ്കിലും
പരീക്ഷാ വിജയം, സമാധാന സന്തോഷം തന്നെ കണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും വളരെ സമാധാന സന്തോഷത്തിലാവുമ്പോൾ ഒരു ചില ഗ്രഹങ്ങളെ കൊണ്ട് അറിയാതെ വരുന്ന മനോവിഷമങ്ങൾ, അതുപോലെ തന്നെ സങ്കടങ്ങൾ, ദുരിതങ്ങളൊക്കെ ഉണ്ടാവുകയെന്ന് പറയാം. അപ്പോൾ എഴുത്ത് കാര്യങ്ങൾ അതുകൊണ്ടൊക്കെ ചില പ്രകോപനമാവുന്ന വാക്കുകളോ തർക്കങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ എഴുതപ്പെടുന്നത്, അതിൽ ഈ തൊഴിൽ സംബന്ധിച്ചും എഴുതപ്പെടുന്ന ജോലികൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന തൊഴിലുകളെ സംബന്ധിച്ച്, അതായത് എഴുത്തുകളായി വരുന്നതും വാർത്തകളായി വരുന്നതും സംബന്ധിച്ച് ചെയ്യുന്ന തൊഴിലുള്ളവർക്ക് ചെറിയ ചില തർക്കതടസ്സ ദോഷങ്ങളൊക്കെ ഉണ്ടാകാമെന്ന് വരിക. ഇതിന് ഏറ്റവും ഉത്തമമായ വഴിപാട് സരസ്വതി പോലുള്ള ക്ഷേത്രാങ്കണത്തിൽ ഗണപതി സരസ്വതി കൂടി വരുന്ന ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ സരസ്വതി പോലുള്ള ക്ഷേത്രത്തിലോ ദേവിക്കൊരു ഉത്തമ വഴിപാട്, അത് നിവേദ്യം, മാല, വിളക്ക്, ഇതാണ് സരസ്വതി ദേവിക്ക് ഉത്തമ വഴിപാട്. ഈ ക്ഷേത്രത്തിൽ തന്നെ ഈ രാശിക്കാർ അല്ലെങ്കിൽ ഇതിൽ വരുന്നത്, അതായത് ഉത്തരത്തിൻ്റെ മുക്കാഭാഗം അത്തം ചിത്ര കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ സരസ്വതി പോലുള്ള ക്ഷേത്രങ്ങളിൽ ദേഹപുഷ്പാഞ്ജലിയും വിളക്ക്, മാല, നിവേദ്യവും കഴിക്കുമ്പോൾ ഒരു പരിധിവരെ ഈ ശത്രുദോഷം മാറിക്കൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടത്. എങ്കിലും വിജയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അറിയാതെ വരുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ച് ശനി വക്രം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരെക്കുറിച്ചും ഒരു പേര് പ്രശസ്തിയൊക്കെ ഉണ്ടാവുന്ന ചില സമയങ്ങൾ കൂടിയാണ്. എങ്കിലും ഇങ്ങനെ ഒരു പേരും പ്രശസ്തിയും വരുമ്പോഴും അതിൻ്റെ പിന്നിലും ഒരു ശത്രുദോഷങ്ങൾ ഇല്ലാതിരിക്കാനാണ് ഈ വഴിപാട് കർമ്മങ്ങൾ ഫലപ്രാപ്തിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തുലാരാശി അല്ലെങ്കിൽ തുലാക്കൂറിൽ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിൻ്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന തുലാരാശിക്കാരെ സംബന്ധിച്ച് ശത്രുഭയം, അതുപോലെ തന്നെ യാത്രാഭയം, അതുപോലെ തന്നെ തർക്കദോഷങ്ങളും ഒക്കെ സംഭവിക്കുന്ന ഒരു സ്ഥിതിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ സമാധാനപൂർവ്വമായും സന്തോഷമായും വാഹന നിയന്ത്രണവും അതുപോലെ തന്നെ വാഹനയാത്രകളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് വളരെ ആലോചിച്ചും ചിന്തിച്ചും ചെയ്യുക. അതുപോലെ തന്നെ തൊഴിൽ സ്ഥാനത്ത് അറിയാതെ വരുന്ന ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥിതിയും അതുകൊണ്ട് മനപ്രയാസങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയിൽ തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി വക്രത്തിൽ വരുമ്പോഴും ഒരു ചില സങ്കടദോഷങ്ങളുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് വേദനപ്പെടുത്താൻ പറയുന്നതല്ല, എങ്കിലും ആലോചിച്ചും കണ്ടും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ പവിത്രമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവക്ഷേത്രത്തിൽ തന്നെ മനസമാധാനത്തിനായിക്കൊണ്ട് ഇളനീർ ധാരയും അതുപോലെ തന്നെ കൂവളമാല അലങ്കാരത്തിനായിട്ടും കെടാവിളക്ക് ആയുർദോഷങ്ങൾ തീർക്കാനും നിവേദ്യവും സമർപ്പിച്ചുകൊണ്ട് ശിവക്ഷേത്രത്തിൽ തന്നെ ദേഹപുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കാം. ഇത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയാണ് ഒരിക്കൽ കൂടി നല്ലതായി ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരിക്കൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കാം. ഇങ്ങനെ കഴിച്ചുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനവും ശനിയാഴ്ച വ്രതവും എടുക്കുമ്പോൾ ഈ ദോഷങ്ങളെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ദോഷങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഇത് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ സംഭവിക്കേണ്ടതാണ്. അപ്പോൾ ശനി വക്രത്തിൽ പോകുന്നതും അതുപോലെ തന്നെ ഈ ഗ്രഹത്തിൻ്റെ അധിപനായി വരുന്നതും ദുരിതദോഷങ്ങളൊക്കെ ഉണ്ടാവുന്നതും പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർ തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ജാതകം കൂടെ പരിശോധിച്ചുകൊണ്ട് അവരുടെ ദശാകാലത്തിൻ്റെ ദോഷങ്ങൾ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് വഴിപാട് ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായി ഇവർക്ക് നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വൃശ്ചികരാശി അല്ലെങ്കിൽ വൃശ്ചികക്കൂറ്. വൃശ്ചികരാശിയിൽ വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഇങ്ങനെയാണ് രണ്ടേക്കാ ഭാഗം. ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അറിയാതെ ചെന്ന് വെട്ടുന്ന ദുരിതദോഷങ്ങളിൽ അല്ലെങ്കിൽ അറിയാതെ വരുന്ന അബദ്ധങ്ങൾ, അതുകൊണ്ടൊക്കെ ചില ദുരിതങ്ങൾ വരാം. എന്നിരുന്നാലും ഇവരെ സംബന്ധിച്ച് പറയുന്ന വാക്കും അതുപോലെ ചെയ്യുന്ന പ്രവൃത്തിയും ഒരുപോലെ എത്താൻ കഴിയാത്ത ചില സ്ഥിതിയും കുടുംബത്തിൽ സമാധാനം കുറയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ധനച്ചെലവുകളോ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം മൂലം ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ മാനഹാനികളോ തർക്കങ്ങളോ തടസ്സങ്ങളോ വരുന്ന ദോഷങ്ങളോ ഉണ്ടാകുമെന്ന് പറയും. ഇങ്ങനെ വരുമ്പോൾ പൊതുവേ സമാധാനം കുറയുകയാണല്ലോ ചെയ്യാം. അതുപോലെ വളരെ വിശ്വസിക്കുന്ന ആളിൽ നിന്നും വിശ്വാസവഞ്ചന ആവുന്ന സ്ഥിതികളും ഉണ്ടാവുകയെന്ന് പറയും. അപ്പോൾ ഒരുപക്ഷെ ചില ആൾക്കാർക്ക് താൽക്കാലിക ഭവനത്തിലേക്ക് മാറേണ്ട അവസരങ്ങളോ അല്ലെങ്കിൽ ഭവനം വിട്ട് കഴിയേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ മറ്റൊരു തൊഴിൽ തേടിക്കൊണ്ട് ദൂര യാത്രകളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥിതിയിലാണ്
ഗ്രഹസഞ്ചാരങ്ങൾ. എന്നിരുന്നാലും ഇതിനെയൊക്കെ ഏകോരുമിച്ചുകൊണ്ട് ഇതിനെ സമാധാന സന്തോഷത്തോടെ പോകാനും തടസ്സങ്ങളെല്ലാം മാറിക്കൊണ്ട് ഐശ്വര്യാഭിവൃദ്ധിയോടെ പോകാനും തീർച്ചയായിട്ടും കലഹ ദുരിത ദോഷങ്ങളൊക്കെ തീരാനും സുബ്രഹ്മണ്യ സ്വാമിക്ക്, അത് സുബ്രഹ്മണ്യ സ്വാമി എത്ര അകലെ പോയാലും അവിടെ തന്നെ കുടി കൊണ്ടുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ കൂടെ തന്നെയാണല്ലോ പിതാവും മാതാവും അല്ലെങ്കിൽ അമ്മ അച്ഛൻ ഉണ്ടായത്. അതുപോലെ തന്നെ ആ സങ്കല്പം കൊണ്ട് തന്നെ ശത്രുക്കൾ എന്നോട് കൂട്ടായി നിൽക്കട്ടെ, ചേർന്ന് നിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനാ പുരസരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാലാഭിഷേകം വഴിപാടും ദേവപുഷ്പാഞ്ജലിയും സമർപ്പിച്ചുകൊണ്ട് സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നതും ചൊവ്വാഴ്ച വ്രതങ്ങൾ എടുക്കുന്നതൊക്കെ വളരെ ഉചിതമായ വഴിപാട് കർമ്മങ്ങളാണ്. ഈ പ്രവൃത്തിയിൽ തന്നെ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ മറികടന്നുകൊണ്ട് സമാധാനത്തോടെ പോകാൻ കഴിയും. അതുപോലെ തന്നെ ആപത്തുകൾ അല്ലെങ്കിൽ ദുരിതദോഷങ്ങളൊക്കെ വളരെ സമാധാനപൂർവ്വം സന്തോഷിച്ചുകൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതൊന്നും ഒരു ദോഷങ്ങളില്ലാതെ പോകാൻ കഴിയും. പിന്നെ വരുന്നത് ധനനഷ്ടങ്ങളാണ്. അതുപോലെ ധനനഷ്ടങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ചെയ്യുക. വിഘ്നദോഷങ്ങളില്ലാതിരിക്കാൻ ഗണപതി ക്ഷേത്ര ദർശനവും കഴിയും വഴിപാടും ഗണപതിക്കും കഴിക്കുക. തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് സംഭവിക്കുള്ളൂ. ധനുരാശി അല്ലെങ്കിൽ ധനുക്കൂറിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് ഈ വരുന്ന സമയങ്ങളിലൊക്കെ അത്ഭുതപൂർവമാവുന്ന ചില നല്ല സമയം തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇവരെ സംബന്ധിച്ച് ധനലബ്ധികൾ അല്ലെങ്കിൽ ധനനേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും തൊഴിൽ രംഗം മെച്ചപ്പെടുമ്പോഴും ദേഹദോഷങ്ങൾ കൂടി ഉണ്ടാവാമെന്നാണ് പറയാം. ദേഹദോഷങ്ങൾ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഔഷധ സേവ അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട അവസരങ്ങളും അതുപോലെ തന്നെ ശത്രുക്കൾ നിമിത്തം ചില ദുരിതങ്ങളും വരുന്ന സ്ഥിതിയിൽ ഉണ്ടാവാമെന്ന് പറയും. മറ്റുള്ള കാര്യങ്ങൾ അത് തൊഴിൽ സംബന്ധിച്ചും അതുപോലെ തന്നെ ധനം സംബന്ധിച്ചും നല്ലത് തന്നെയാണ് കാണേണ്ടത്. എങ്കിലും അറിയാതെ തന്നെ വരുന്ന ഈ ശത്രുദോഷങ്ങളും അതുകൊണ്ട് തന്നെ ശനി വക്രത്തിൽ വരുമ്പോൾ അത് അറിയാതെ വരുന്ന ധനനഷ്ടങ്ങളും കാണുമെന്നാണ് പറയാം. കുംഭത്തിലാണ് ക്ഷേത്രം, ശനി ക്ഷേത്രമാണ്. എങ്കിലും കുംഭൻ രാശിയിൽ വരുമ്പോൾ അറിയാതെ ധനച്ചെലവുകളും നഷ്ടങ്ങളും വരുന്നത് വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണമെന്നാണ് പറയുക. അല്ലെങ്കിൽ അത് വൃദ്ധാവിലാവും. അതിന് ചില പഴമൊഴി തന്നെയുണ്ട്. എങ്കിലും അത് നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് വരുന്നത് ഇവർക്ക് ഉഗ്രകോപം കൊണ്ട് വരുന്ന വാക്ക് തർക്കങ്ങളും അതുമൂലം വരുന്ന കലഹങ്ങളും അത് ചില സങ്കടങ്ങൾ വരുത്തുന്ന അവസരങ്ങൾ ഉണ്ടാകുമെന്ന് പറയും. ഇത് മുൻദേഷ്യം കൊണ്ട് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ ഒന്നും വരാതെ കൊണ്ട് സൂക്ഷിക്കുക എന്ന് പറയാം. പിന്നെ ക്രയവിക്രയം, അതിൽ വാങ്ങൽ കൊടുക്കൽ സംബന്ധിച്ച് തർക്കദോഷങ്ങൾ ഇല്ലാതിരിക്കാനും നേർവഴിയിലെത്തിപ്പെടാനും ഉചിതമായ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ അത് വളരെ നല്ലതായിട്ടാണ് മുന്നോട്ട് പോകുള്ളൂ. പിന്നീട് കുടുംബ സമാധാനം കിട്ടാനും കുടുംബത്തിൻ്റെ സന്തോഷ ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയോടെ പോകാനും അതുപോലെ തന്നെ തർക്ക സങ്കടങ്ങളില്ലാതിരിക്കാനും ഹനുമാൻ സ്വാമിക്ക് വഴിപാട് കുഴച്ചാവിൽ അതുപോലെ തന്നെ മുഹക്കാപ്പ് വഴിപാട് കഴിക്കുക. തീർച്ചയായിട്ടും ഈ ശത്രുദോഷങ്ങളെ വിജയിച്ചുകൊണ്ടും തർക്ക തടസ്സ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും ഈ ധനു രാശിക്കാരെ സംബന്ധിച്ച്, അതായത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ഭാഗം വരുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ ഹനുമാൻ സ്വാമി വഴിപാട് വളരെ നല്ലതായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. മകരം രാശിക്കാരെ സംബന്ധിച്ച് ശനി വക്രത്തിൽ വരുന്നതും ഇവിടെ ദശാനാഥൻ അല്ലെങ്കിൽ കൂറ അടിസ്ഥാനത്തിൽ വരുന്ന ഗ്രഹം ശനി ആയതുകൊണ്ടും അതുപോലെ തന്നെ ദൃഷ്ടി സ്ഥാനത്ത് വരുന്നതും അതുപോലെ തന്നെ അറിയാതെ വരുന്ന ഗ്രഹസഞ്ചാരങ്ങളുടെ നീചഭാവങ്ങൾ കൊണ്ടും ദേഹദോഷങ്ങൾ അതുപോലെ തന്നെ കർമ്മത്തിൽ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിൽ മാനഹാനികളോ തർക്കങ്ങളോ വരുന്ന അവസരങ്ങൾ അതുപോലെ തന്നെ ധനതടസ്സങ്ങൾ ഒക്കെ ഉണ്ടാവാമെന്ന് പറയാം. അവിടെ വളരെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സ്ഥിതി തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. അല്ലെങ്കിൽ മാനഹാനിയോ തർക്കങ്ങളോ തടസ്സങ്ങളോ വരുന്നതും നിയമാധികാരികൾ അല്ലെങ്കിൽ നിയമത്തിൽ സങ്കടപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാം. അതുപോലെ തന്നെ നേതൃത്വ നിരയിൽ എടുക്കുന്നവർക്ക് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട അവസരങ്ങൾ എന്തുകൊണ്ടെന്നാൽ പേരുദോഷങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മറികടക്കാനായിക്കൊണ്ടും മകരൻ രാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർ, ഉത്രാടൻ്റെ 3 ഭാഗം, തിരുവോണം, അവിട്ടം ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരെ കുറിച്ച് തന്നെ വളരെ സൂക്ഷ്മതയോടെ തന്നെയാണ് പറയുന്നത്. ഈ 2 ഭാഗം നക്ഷത്രക്കാരും വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകണം. ഇതിൻ്റെ തർക്ക തടസ്സ ദോഷങ്ങളില്ലാതെ കണ്ടും സമാധാനപൂർവ്വം പോകാനും കുടുംബകലഹങ്ങളില്ലാതിരിക്കാനും
അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവർ വിദ്വേഷണ കലഹങ്ങൾ ഇല്ലാതിരിക്കാനും ധനനഷ്ടങ്ങൾ ഇല്ലാതിരിക്കാനും ഇതൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാനായിക്കൊണ്ട് ശിവക്ഷേത്ര ദർശനവും ശിവക്ഷേത്രത്തിലെ കഴിയും വഴിപാട് എന്നുദ്ദേശിക്കാതെ ധാര സമാധാനത്തിനായിട്ട് ജലധാര, അതുപോലെ തന്നെ ദേവനൊരു നിവേദ്യം, കൂവളമാല, കടാവിളക്ക് സമർപ്പിച്ചുകൊണ്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കഴിക്കുക. അപ്പോൾ ഈ ദോഷത്തിനെ മറികടന്നുകൊണ്ട് ഐശ്വര്യപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും. പിന്നീട് ഈ മകരൻ രാശിയിൽ തന്നെ ദൃഷ്ടി ദോഷഭാവങ്ങളായി കാണുന്നുണ്ട്. അപ്പോൾ അത് ദേവീക്ഷേത്ര ദർശനവും ദേവീക്ഷേത്രത്തിലെ ദേഹമുട്ടും ശത്രുമുട്ടും തീർക്കുക. തീർച്ചയായിട്ടും നല്ലതേ ഭവിക്കൂ. കുംഭൻ രാശി. കുംഭൻ രാശിയിൽ അവിട്ടത്തിൻ്റെ തന്നെ അരഭാഗം ചതയം പൂരോരട്ടാതി മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ഭുതപൂർവ്വമാവുന്ന ചില അവസരങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത്. അതുപോലെ തന്നെ വ്യാപാര അഭിവൃദ്ധികൾ വൻ വിജയവും, അതുപോലെ തന്നെ ധനശേഖരണത്തിൽ വൻ വിജയവും, അതുപോലെ തന്നെ സൗഭാഗ്യങ്ങൾ തേടി വരുന്ന അവസരങ്ങൾ. പല ജ്യോത്സ്യന്മാരും പറയാറുണ്ട് ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ. എന്നാൽ ഈ കുംഭൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് ചില സമയങ്ങളിൽ, അതായത് ഈ പറയുന്ന സമയങ്ങളിലൊക്കെ, ഈ സമയങ്ങളിൽ ചില അത്ഭുതപൂർവ്വമാവുന്ന നേട്ടങ്ങളോ അല്ലെങ്കിൽ അത്ഭുത വസ്തുക്കൾ കിട്ടുന്ന അവസരങ്ങളോ, ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അത്ഭുതപൂർവ്വമാവുന്ന സ്ഥാന കയറ്റങ്ങളൊക്കെ ഉണ്ടാവാം, വിദ്യാർത്ഥികളാണെങ്കിലും വിജയങ്ങളുണ്ടാവാം എന്ന് പറയാം. ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഈ നക്ഷത്രക്കാരെക്കുറിച്ച് ദേഹദോഷങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ മറികടക്കാനായിട്ട് ശിവക്ഷേത്രം തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അതുപോലെ തന്നെ ഇവർക്ക് ഈ നേട്ടങ്ങളൊക്കെ വളരെ സമാധാനപൂർവ്വം സംഭവിക്കേണ്ട സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര പ്രാർത്ഥനയോടും ശിവക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ ശിവന് ഒരു നിവേദ്യ വഴിപാടും കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ വീഴ്ചകൾ ക്ഷതങ്ങൾ ഒക്കെ പറ്റാവുന്ന ഒരു സ്ഥിതിയിലാണ്. അത് ഓരോ നക്ഷത്രക്കാർക്കും ഇത് ചരരാശിയാണല്ലോ പറയുന്നത്. അപ്പോൾ പ്രായാധിക്യം കൊണ്ട് വരുന്നതും അതുപോലെ തന്നെ ദശാകാലത്തിൻ്റെ അപകാര ദോഷങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പറയേണ്ടത്. എന്നിരുന്നാലും കുംഭൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് ചെറിയ ചില മനപ്രയാസങ്ങൾ, വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ കണ്ട് വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണം എന്നുകൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് ഇതുകൊണ്ട് അനർത്ഥ ദോഷങ്ങൾ വരാതിരിക്കട്ടെയാണ്. ഇതിനും ഒരു ഉചിത വഴിപാട് എന്നുള്ളത് ശിവക്ഷേത്ര ദർശനം, മനസമാധാനത്തിന് ധാരയും നിവേദ്യവും ഒക്കെ തന്നെയാണ്. ഇത്ര തന്നെയാണ് കാണേണ്ടത്. പിന്നീട് മീനൻ രാശി അല്ലെങ്കിൽ മീനക്കൂർ. മീനക്കൂറിൽ പൂരോട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി രേവതി, ഇങ്ങനെയാണ് 2.25 ഭാഗം നക്ഷത്രക്കാർ. ഈ മീനൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇവർക്കും ചില നേട്ടങ്ങൾ തന്നെയാണ്. അതായത് ധനവിജയം, കാര്യസാധ്യം, കാര്യവിജയങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വ്യാപാരങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയും, അതുപോലെ തന്നെ കുടുംബത്തിലെ കലഹങ്ങൾ വരുന്ന ചില അവസരങ്ങളുണ്ടെന്ന് പറയും. അതായത് അവിചാരിതമായ സുഹൃത്ത് ബന്ധങ്ങളും നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നവരാണെങ്കിൽ അത് നേതൃത്വ സ്ഥാനത്ത് നിന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാവാമെന്ന് പറയും. അതുപോലെ തന്നെ ആഗ്രഹിച്ച പോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ ഉറപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന സമയങ്ങളും. എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ കലഹങ്ങളും ശത്രുദോഷങ്ങളും വരാമെന്നാണ് പറയും. പ്രത്യേകിച്ചത് രേവതി നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് ഉദ്ദേശ ഫലങ്ങൾ തന്നെ ഒരു പരിധിവരെ സാധിക്കില്ല എന്നുള്ള തോന്നൽ വരുമ്പോഴും സാധിക്കും എന്നുള്ളൊരവസരത്തിൽ തന്നെയാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ധനനേട്ടങ്ങളും ഒക്കെ ഉണ്ടാവാം. എന്നാൽ ഇത്രയൊക്കെ പറയുമ്പോഴും പക്ഷേ പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്, നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് അത്ര തരത്തിൽ കണ്ടില്ല എന്ന്. അതിൻ്റെ കാരണങ്ങളും പിന്നീട് അവരുടെ ജാതക പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നടപ്പ് ദശയുടെ അപകാര ദോഷങ്ങളായിരുന്നു കാരണം. അങ്ങനെയും ചിലവർക്ക് സംഭവിക്കാം. എന്നിരുന്നാലും ഈ ചരരാശി പ്രകാരം മീനൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത്. എങ്കിലും ഒരു ചില കാര്യങ്ങളിൽ തർക്കങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാവാം. അതിനെ മറികടക്കാനായിക്കൊണ്ട് ഈ ജാതക ചിന്തകളും ദശാകാല ദോഷങ്ങളും കൂടി പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും രേഖതിയിൽ വരുന്ന ഈ 2.25 ഭാഗം നക്ഷത്രക്കാർ, പൂരോട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, ഈ 2.25 ഭാഗം നക്ഷത്രക്കാർക്ക് വൻ വിജയം തന്നെയാണ് കാണേണ്ടത്. അലോസരപ്പെട്ട് കിടക്കുന്ന അവസരങ്ങളൊക്കെ മാറിക്കൊണ്ട് പുതിയ തൊഴിൽ സംരംഭങ്ങൾ കൂട്ടാനും, അതുപോലെ തന്നെ പുതിയ സുഹൃത്ത് ബന്ധം മൂലം പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കൂട്ടാനൊക്കെ സാധിക്കുന്ന സ്ഥിതി തന്നെ. തൊഴിൽ ചെയ്യുന്നവർക്ക് മെച്ചങ്ങളാണ്. ഉദ്യോഗാർത്ഥികളാണെങ്കിലും മെച്ചങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിലും ദോഷങ്ങളില്ലാത്ത ഒരു സമയം തന്നെയാണ്. എങ്കിലും ഇവരെ സംബന്ധിച്ച് അനർത്ഥ ദോഷങ്ങൾ, അതായത് അറിയാതെ വരുന്ന ആപത്ത് ദോഷങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയാം. അതിൽ മീനൻ രാശിക്ക് അധിപനായി വരുന്ന
ശുക്രനാണ് ഗ്രഹം. ശുക്രനെ ആയിക്കൊണ്ടൊരു ക്ഷേത്രങ്ങളില്ലാത്തതുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് കുഴച്ച അവിൽ, അതുപോലെ തന്നെ നെയ്യ് അതുപോലെ തന്നെ വെറ്റിലമാല സമർപ്പിച്ചുകൊണ്ടും ഈ ക്ഷേത്രത്തിൽ തന്നെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച വ്രതാനുഷ്ഠാനത്തോടെ ക്ഷേത്ര ദർശനം നടത്തുന്നതും ദേഹപുഷ്പാഞ്ജലി കഴിക്കുന്നതും വളരെ ഉചിതമായ നല്ല വഴിപാട് കർമ്മങ്ങളാണ് എന്നുള്ളത് കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർ സമാധാന സന്തോഷം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതുപോലെ തന്നെ ഈ 27 നക്ഷത്രക്കാർക്ക് ഈ മാസഫലചിന്തയിൽ എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.